ഹലോ മൈ ഡിയർ CBSE 10 ഫാമിലി മക്കളെ, എല്ലാവർക്കും ഇന്നൊരു ചെറിയൊരു വീഡിയോയിൽ ഹരിസാർ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ നമ്മുടെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള ഒരു കുഞ്ഞു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ചാപ്റ്റർ ഇൻ ഫ്യൂ മിനിറ്റ്സ് ആണ് സാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള മക്കള്, നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈവിലേക്ക് നിങ്ങൾ വരുമ്പോൾ, നമ്മുടെ യൂട്യൂബ് ലൈവിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഓൾറെഡി നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലൈവിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ സാർ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് എന്താണോ ഈ ചാപ്റ്ററിൽ അറിയേണ്ടത് അതെല്ലാം കൂടെ ഒന്ന് അടിച്ച് കലക്കി കുടിച്ചിട്ട് ഒരു ചെറിയൊരു സാധനമാക്കി മാറ്റി ചെറിയൊരു കുഞ്ഞു വീഡിയോയിൽ എൻ്റെ മക്കൾക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സാർ അത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇനി ഇത് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടവർ മേലെ പോയിട്ട് 2x ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഫാസ്റ്റ് ആയി കാണും. ഓക്കെ, റെഡി? അങ്ങനെയാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുക, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഈ ഒരു ചാപ്റ്റർ ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് നാഷണലിസം ഇൻ യൂറോപ്പിലുള്ള നാഷണലിസം എന്ന് പറഞ്ഞുള്ള ദേശീയത എന്ന് പറഞ്ഞ വികാരം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ സാർ നിങ്ങളോട് പറയാണ്, നമ്മുടെ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു കൺട്രി അല്ല, ഒരു കോണ്ടിനെന്റ് ആണ്, ഒരു വൻകരയാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ വൻകരയിൽ എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ദേശീയത, നാഷണലിസം എന്ന് പറഞ്ഞിട്ടുള്ള വികാരം, ആ ഒരു ഫീലിംഗ് സ്പ്രെഡ് ആയത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി? അങ്ങനെയാണ് ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ തുടങ്ങുകയാണ്. ഫ്രഞ്ച് റവല്യൂഷൻ തുടങ്ങിയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനം നമ്മൾ കാണാൻ പോകുന്നതാണ് ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പൊ തുടക്കം ഏതാണ്? ഫ്രഞ്ച് റവല്യൂഷൻ നമ്മൾ ആരംഭിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ ചെന്ന് അവസാനിക്കും നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് വേൾഡ് വാറിന്റെ തുടക്കം എങ്ങനെയാണ് ഉണ്ടായെന്ന് വരെ ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ ഒരു ടോട്ടാലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഫ്രഞ്ച് റവല്യൂഷൻ ടു ഫസ്റ്റ് വേൾഡ് വാർ വരെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇവിടെ നിങ്ങൾ കൺസർവേറ്റീവ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ലിബറലിസം എന്താണ്? ലിബറലിസം വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീഡം, കംപ്ലീറ്റ്ലി സ്വതന്ത്രമാക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അതുപോലെ റൊമാൻറ്റിസിസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ നാഷണലിസം, ഇമ്പീരിയലിസം എന്ന് പറഞ്ഞ കുറെ കോൺസെപ്റ്റ്സുകൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ കാണുന്നതായിരിക്കും. ഓക്കെ, ഫൈൻ, റെഡി? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ടോട്ടാലിറ്റിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം, ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നിങ്ങളൊരു പെയിന്റിംഗ് കാണുന്നതായിരിക്കും. ചാപ്റ്റർ തുടക്കത്തിൽ നിങ്ങളൊരു പെയിന്റിംഗ് കാണുന്നതായിരിക്കും. എന്റെ മക്കൾ ഇപ്പൊ തന്നെ പോസ് ചെയ്തിട്ട് റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ദ ഫസ്റ്റ് പേജിൽ നിങ്ങൾ കാണുന്ന ഒരു പിക്ചർ ഉണ്ട്. ആ പിക്ചർ വരച്ചിട്ടുള്ളത് ആരാണ് എന്നുള്ളത് ഇപ്പൊ തന്നെ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അത് വരച്ചിട്ടുള്ള ആള് ഫ്രാൻസിലുള്ള ഒരു വ്യക്തിയാണ്. ആരാണ്? ഫ്രാൻസിലുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആരാണ് വരച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. F വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, റെഡി? അങ്ങനെയാണ് മക്കളെ, ആ ഒരു ചിത്രത്തിൽ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ട് ഐഡിയ ഓഫ് ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞൊക്കെ. എന്താ പറയുന്നത്? ആ ചിത്രത്തിൽ ഒരു യൂട്ടോപ്യൻ ആശയം, അത് എപ്പോൾ നടക്കാതിരിക്കാം, അദ്ദേഹം വരച്ചിട്ടുണ്ട് എന്തായാലും. ആ ആശയം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ, ദ ഐഡിയ ഓഫ് ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്. അതായത് ജനാധിപത്യവും റിപ്പബ്ലിക്കുമായിട്ടുള്ള ഒരു ആശയം എവിടെ നിന്നുണ്ടാവണം? ഈ പറഞ്ഞ മൊണാർക്കിയൽ കണ്ടീഷനിൽ നിന്ന് രാജഭരണം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ രാജഭരണത്തിനെയൊക്കെ ചവിട്ടി പൊടിച്ച് തരിപ്പണാക്കിയിട്ട് അവിടെ എന്തുണ്ടായി വരണം എന്ന് പറയുന്നത് ഡെമോക്രസി, ജനാധിപത്യം ഉണ്ടാവണം, ജനങ്ങൾ ഭരിക്കുന്ന ആ ഒരു ഭരണം ഉണ്ടാവണം, റിപ്പബ്ലിക് നേഷൻ ആയിട്ട് മാറണം. ആ ഒരു ആശയം, ഒരു സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതൊക്കെയാണ് നിങ്ങൾ എന്ത് കാണാൻ പോകുന്നത്? ആ ഒരു ചിത്രത്തിൽ കാണാൻ പോകുന്നത്. ആ ചിത്രത്തിന്റെ ഇമ്പോർട്ടൻസ് പറയാൻ ഇത്രയും കാരണമുള്ളൂ. ആ ചിത്രത്തിൽ നിന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ആത്മാവും കംപ്ലീറ്റ് സോളും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഓക്കെ, റെഡി? അങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് വേൾഡ് ഈസ് കൺവേർട്ടിംഗ് ഇൻ നേഷൻ സ്റ്റേറ്റ്സ്, ദേശരാഷ്ട്രങ്ങളായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്നത്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിന് അങ്ങോട്ടേക്ക് നമ്മൾ ഓരോ കാര്യം കാണുമ്പോൾ ലോകം എങ്ങനെയാണ് ഈ ഒരു കംപ്ലീറ്റ് ഷേപ്പിൽ, അല്ലെങ്കിൽ യൂറോപ്പ് എങ്ങനെയാണ് അങ്ങനെ ഒരു ഷേപ്പിലേക്ക് മാറിയത്, പല രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു കൂടിയിട്ട് എങ്ങനെയാണ് യൂറോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കോണ്ടിനെന്റ് മാറിയത് എന്നുള്ളത് നമ്മൾ കാണാൻ പോകണം. ഓക്കെ, എങ്ങനെയാണ് മക്കളെ ഫ്രഞ്ച് റവല്യൂഷൻ ആരംഭിച്ചിട്ടാണ് നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നത് 1789. നമുക്കറിയാം മക്കളെ, ഇവിടെ നിന്നാണ് ഒരു ചേഞ്ച് ഇൻ പവർ. ഫ്രഞ്ച് റവല്യൂഷൻ ആണ് ആദ്യമായിട്ട് ദേശീയത, നാഷണലിസം എന്ന് പറഞ്ഞുള്ള ടേം യൂറോപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ട് 1789 ഭാഗമായിട്ട് ചേഞ്ച് ഇൻ പവർ സംഭവിക്കുക. എങ്ങനെയാ? രാജഭരണത്തിൽ നിന്ന് ജനങ്ങളിലേക്ക് അധികാരം എത്തുന്ന ഒരു പവർ, ഒരു ചേഞ്ച് അവിടെ സംഭവിക്കുകയാണ്, ഒരു ഷിഫ്റ്റിംഗ് അവിടെ സംഭവിക്കുന്നുണ്ട്. അത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ദെൻ നമ്മൾ ഇവിടെ നെപ്പോളിയനെ കാണാൻ പറ്റും. ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ട് നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കുറെ മാറ്റങ്ങൾ, അവിടെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള അധികാരങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതേസമയം നിങ്ങൾ 1815 നെപ്പോളിയൻ മരണപ്പെടുകയല്ല, നെപ്പോളിയൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. കുറെ പേര് വിചാരിക്കേണ്ടത് നെപ്പോളിയൻ 1815 മരിച്ചു. ഇല്ല, നെപ്പോളിയൻ പരാജയപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ ഒരു സഖ്യത്തിനോട് ആര് പരാജയപ്പെടാൻ? നെപ്പോളിയൻ പരാജയപ്പെടാൻ. നെപ്പോളിയൻ കോഡ് നിങ്ങൾക്ക് ആ ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുണ്ടാവും. എന്താണ് നെപ്പോളിയൻ കൊണ്ടുവന്നുള്ള കുറെ റിഫോംസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആ ഭാഗത്ത് കാണാൻ പറ്റും. ദെൻ നെപ്പോളിയന് ശേഷം ട്രീറ്റി ഓഫ് വിയന്ന എന്ന് പറഞ്ഞിട്ടുള്ള വിയന്ന ട്രീറ്റിനെ പറ്റി നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ചാപ്റ്ററിന്റെ ആ ഭാഗങ്ങളിൽ കാണുന്നതായിരിക്കും. ഓക്കെ,
റെഡി. അങ്ങനെയാണ് മക്കൾ നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ റവല്യൂഷണറീസ് എന്ന് പറഞ്ഞ ഒരു ആശയമുണ്ട്. റവല്യൂഷണറീസ് നമ്മൾ ഇത്രയും നേരം കണ്ടിട്ടുണ്ടായിരുന്നു നാഷണലിസം എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് റവല്യൂഷൻ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് അഗ്രസീവ് നാഷണലിസം, തീവ്ര ദേശീയത എന്ന് പറയും. അതായത് ഒരു ചെറിയൊരു കനലായിരിക്കും, അതിനകത്ത് കുറച്ച് മണ്ണെണ്ണ കോരി വെച്ച ഭൂം എന്ന് പറഞ്ഞ കത്തുന്ന പോലെ എന്ത് സംഭവിക്കുക, റവല്യൂഷണറീസിന്റെ പങ്ക് കൂടെ അവരുടെ റോള് കൂടി നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും യങ് ഇറ്റലി പോലുള്ള യങ് യൂറോപ്പ് പോലുള്ള കുറെ റവല്യൂഷണറി ആയിട്ടുള്ള കുറെ ടേംസ് നിങ്ങൾ അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. വിപ്ലവകരമായിട്ടുള്ള കുറെ ടേംസ് ഈ പറഞ്ഞ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇത് ഗസീപ്പി ഗരിബാൾഡിനെ പോലുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഗസീപ്പി മസീനിനെ പോലുള്ള ആളുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതൊക്കെ എന്താണ് റവല്യൂഷണറിയുടെ ഭാഗമായിട്ട് നിങ്ങൾ കാണുന്ന കാഴ്ചകളായിരിക്കും. ഓക്കെ, അതിനുശേഷം ഈ പറഞ്ഞ റവല്യൂഷണറി മാത്രമാണോ സാർ അവിടെ ഉള്ളത്? അല്ല, അവിടെ നിങ്ങൾക്ക് റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞൊരു സാധനം കൂടെ കാണാം. എന്താ സാർ റൊമാൻറ്റിസിസം? റൊമാൻസ് എന്ന് കേട്ടിട്ടുണ്ട്. എന്താ റൊമാൻറ്റിസിസം? റൊമാൻറ്റിസിസം ഇത്രയുള്ള മക്കളെ ഇമാജിനേഷന്റെ ഭാഗമായിട്ട് ആളുകളുടെ ഉള്ളിലേക്ക് ചിന്തകൾ കൊണ്ടുവരിക. ഇപ്പൊ ഉദാഹരണത്തിന് മക്കൾ ഇവിടെ കാണുന്ന നിങ്ങൾക്ക് ഫോക്ക് സോങ്സും ഫോക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ നാടോടി നൃത്തങ്ങളിലൂടെ നാടോടി പാട്ടുകളിലൂടെ ആളുകളുടെ ഉള്ളിലേക്ക് ദേശീയത എന്ന് പറഞ്ഞിട്ടുള്ള നാഷണലിസം എന്ന് പറഞ്ഞിട്ടുള്ള വികാരം എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഈ റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ജോവാൻ ഗോഡ്ഫ്രൈഡിനെ പോലുള്ള ആളുകളേക്ക് നിങ്ങൾക്ക് റൊമാൻറ്റിസിസത്തിന്റെ ഭാഗമായിട്ട് ചാപ്റ്ററിൽ കാണാൻ പറ്റും. നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും ലൈവ്. ഓക്കെ, റെഡി. അതിനുശേഷം ഇവിടെ ജർമ്മൻ യൂണിഫിക്കേഷനെ പറ്റി നിങ്ങൾ കാണുന്നതായിരിക്കും. ജർമ്മൻ യൂണിഫിക്കേഷനെ പറ്റിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. എങ്ങനെയാണ് ജർമ്മനി യൂണിഫൈഡ് ആയിട്ട് മാറിയത്, അവിടെ കൈസർ വില്യമിന്റെ എന്താണ് പങ്കുള്ളത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗസീപ്പി മസീനിന്റെ പങ്ക് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, ഓട്ടോ വാൻ ബിസ്മാർക്കിനെ പറ്റി നിങ്ങൾ അവിടെ കാണും. ഇതൊക്കെ നിങ്ങൾ എന്താണ് ജർമ്മനി എങ്ങനെ യൂണിഫൈഡ് ആയി എന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ അവിടെ കാണുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക മക്കളെ അലിഗോറി എന്ന് പറഞ്ഞ ടേമും കൂടെ നിങ്ങൾ എന്താ സാർ അലിഗോറി? നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണ് മക്കളെ. ഇന്ത്യയിൽ ഭാരത് മാതാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു രൂപമുണ്ട്. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ എന്താ ഭാരത് മാതാവ് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ടാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ജർമ്മനിയിൽ ജർമേനിയ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫ്രാൻസിൽ മെരിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അമേരിക്കയുടെ കേസ് എടുക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറഞ്ഞ സാധനം. ഇതൊക്കെ എന്താണ്? അലിഗോറീസ് ആണ് അല്ലെ, ഒരു പ്രതിബിംബങ്ങൾ എന്ന് പറയും. അത് നമ്മൾ അലിഗോറി, അതൊക്കെ എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ബ്രിട്ടീഷ് യൂണിഫിക്കേഷൻ കാണാൻ പറ്റും, ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ കാണാൻ പറ്റും, കൈസർ വില്യം ഒക്കെ നമുക്ക് ആ ഭാഗത്ത് കാണാൻ പറ്റും. ഓക്കെ, റെഡി, സെറ്റ് ആണ്. അങ്ങനെയാണ് മക്കളെ അവസാനത്തെ ഒരു ടോപ്പിക്കാണ് നാഷണലിസം ആൻഡ് ഇംപീരിയലിസം എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ഒരു ടോപ്പിക്കാണ്. എങ്ങനെയാണ് ദേശീയത, എങ്ങനെയാണ് സാമ്രാജ്യത്വം വെച്ചാൽ ഇംപീരിയലിസം എന്ന് പറയും. എന്താ സാർ ഇംപീരിയലിസം? അതായത് ഈ പറഞ്ഞിട്ടുള്ള കോളനികൾ സ്ഥാപിക്കും, ആ കോളനികളിലെ എല്ലാ കാര്യങ്ങളും. എന്താ സാർ കോളനി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ യൂറോപ്യൻ ശക്തികൾ വന്നിട്ട് സാധാരണ ജനങ്ങൾ, അതായത് സാധാരണ രാജ്യങ്ങൾ, ചെറിയ രാജ്യങ്ങളൊക്കെ കീഴ്പ്പെടുത്തിയിട്ട്, അത് മിലിറ്ററി പവർ ആയിരിക്കാം, രാഷ്ട്രീയപരമായിരിക്കാം, സാമ്പത്തികപരമായിട്ട് എല്ലാ രീതിയിലും കംപ്ലീറ്റ് ആയിട്ട് ഡോമിനൻസ് കാണിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇംപീരിയലിസം. അവിടുന്ന് ചൂഷണം ചെയ്യുന്ന പരിപാടി. അപ്പൊ അങ്ങനെയുള്ളൊരു കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഇംപീരിയലിസം ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് നയിച്ചത് എന്നൊക്കെ നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ പറ്റും. എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള അടി, പറഞ്ഞ യൂറോപ്പിലെ പല ശക്തികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കാരണം എങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായി വന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം. അങ്ങനെയാണ് അവസാനത്തെ ഒരു പോയിന്റ് ആണ് മക്കളെ. അങ്ങനെ കുറെ കാലത്തിന് ശേഷം പറഞ്ഞ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞ ശേഷം ന്യൂ ആയിട്ടുള്ള കുറെ ഇൻഡിപെൻഡന്റ് നേഷൻസ് ഉണ്ടായി വരികയാണ്. ഓക്കെ, അതിനുശേഷം ഈ പറഞ്ഞിട്ടുള്ള സ്വതന്ത്രമാക്കപ്പെട്ട ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടായി വരികയാണ്. അതിനെപ്പറ്റി നമ്മൾ കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രീസ്, മൂന്നാം ലോക രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രീസ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഒരു ഭാഗമായിട്ട് കാണുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ഒരു ടോട്ടാലിറ്റി, ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഒരു ടോട്ടാലിറ്റി ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി സാർ പറഞ്ഞതേ. നമ്മൾ ഇത് ലൈവിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നതായിരിക്കും. പിന്നെ നമുക്ക് താല്പര്യമുള്ളവരൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ലൈവിലും കൂടെ വരിക. എല്ലാ ദിവസവും നമുക്ക് CBSE ചാനലിൽ ഈ ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനൊക്കെ പറയാം, വീഡിയോസ് ഒക്കെ കാണാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് സാർ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അവിടെ വെച്ചാണ് ഹാപ്പി ലേണിംഗ്.